പുള്ളി ആ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മാസ് ആളുകളുടെ നമ്മൾ ഞെട്ടി. പുള്ളി ഈ ഒരു ക്യാരക്ടർ പിടിച്ചതുകൊണ്ട് ആൾക്കാർക്ക് എങ്കിലും ഓർക്കാൻ അനീഷ് ഉണ്ട് അവിടെ. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത് രേണുസുതി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. അധികം ആർക്കും അറിയത്തില്ല. ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ മുങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഫസ്റ്റ് രേണുസുതി എൻ്റർ ചെയ്യുന്ന സുചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടാണ് ബോഡിയിൽ ടച്ച് ചെയ്യുക, ഇവിടെ നടുവിന്റെ അവിടെ കൈവയ്ക്കുക. ഇന്നലത്തെ ഒരു പെർഫോമൻസ് തോന്നുമ്പോൾ എനിക്ക് മെല്ലെ ആ ട്രാക്കിലേക്ക് പോവാണോ രേണുസുതി എന്നുള്ളൊരു. ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ ആദ്യത്തെ ആഴ്ച വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ആ സീസൺ 7 ആദ്യത്തെ ആഴ്ച ഒന്ന് റിവൈൻഡ് ചെയ്യുക, അതിലെ ഹൈലൈറ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക, മൊത്തത്തിലൊന്ന് റിവ്യൂ എന്നുള്ളതാണ്. സോ നമുക്ക് ഷോയിലേക്ക് കയറാം അല്ലേ ജുവൽ? അതെ, നിഷ്പക്ഷമായ ഒരു റിവ്യൂ ആയിരിക്കും. ഉറപ്പായിട്ടും അതെ, നിഷ്പക്ഷമാണ്, നമുക്ക് ഫേവറിസം ഇല്ല. യെസ്, പറയൂ. ആദ്യത്തെ ഒരാഴ്ച എന്താണ് ജുവലിന് എന്താ ഫീൽ ചെയ്തത്? എനിക്ക് ഇതുവരെയുള്ള സീസണുകളിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് സീസൺ 7 എന്ന് തോന്നി. 7ന്റെ പണി എന്നുള്ളത് ബിഗ് ബോസ് ഉദ്ദേശിച്ച് തന്നെ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഗെയിംസ് എല്ലാം പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഒരുപാട് ഗെയിംസും ടാസ്കും എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഭാഗ്യത്തിൻ്റെ പണിപ്പുര, പണിപ്പെട്ടി, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ വന്നിട്ടുണ്ട്. ആരെയും വെറുതെ ഇരുത്താൻ ബിഗ് ബോസിന് ഉദ്ദേശമില്ല. പ്രമോയിൽ കണ്ട പോലെ തന്നെ വാഴകളായാലും നന്മമരമായാലും കോംബോ ആയാലും ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പ്ലാൻ പോയേക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം നമുക്ക് ഫസ്റ്റ് വീക്കിൽ തന്നെ ഇപ്പോഴും സംഭവിക്കുന്നത് ആൾക്കാർ ജഡ്ജ് ചെയ്ത് ചിലപ്പോൾ നല്ല കാൻഡിഡേറ്റിനെ ആയിരിക്കും പുറത്താക്കുന്നത്. അത് ഇവിടെ അത്ര സാധ്യമല്ലാത്ത രീതിയിലാണ് ഇതുവരെയുള്ള ടാസ്കുകളെല്ലാം പോയേക്കുന്നത്. നമുക്ക് വീക്ക് കോണ്ടസ്റ്റൻ്റ് ആരാന്ന് കൃത്യമായി മനസ്സിലാവുന്ന ഒരു രീതിയിലാണ്. അറിയില്ല, പ്രേക്ഷകരാണ് ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ് 2 കാര്യങ്ങൾ. ഒന്ന് പണിപ്പുരയാണ്. കാരണം ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നു, ഇവരുടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഇവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആണെങ്കിലും 3 പേർക്ക് മാത്രമാണ് അത് കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ ഡിബേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പിന്നെയുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് വെച്ചാൽ അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയതാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്യേണ്ട ഒരാളാണ് അനീഷ് ശരിക്കും. അപ്പോൾ അനീഷിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ പാർട്ടിസിപ്പൻറ്റിനെ റിവ്യൂ ചെയ്യുമ്പോൾ അനീഷിൽ നിന്ന് തന്നെ തുടങ്ങാം. അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ടാക്ടിക്സിനെ ജുവൽ എങ്ങനെയാണ് കാണുന്നത് ശരിക്കും? അത് ഭയങ്കര രസകരമായ ഒരു ടാക്ടിക്സ് ആണ്. പുള്ളി ആ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ തൊട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. പ്രൊവോക്കേഷൻ എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് പിടിച്ചേക്കുന്നത്. ഭയങ്കര കുറച്ച് ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് തോന്നുമെങ്കിലും പുള്ളിക്ക് അങ്ങനെ അവിടെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു കോമണറാണ്, അധികം ആർക്കും അറിയത്തില്ല. ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കൂടെ മുങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഈ ഒരു ക്യാരക്ടർ പിടിച്ചതുകൊണ്ട് ആൾക്കാർക്ക് എങ്കിലും ഓർക്കാൻ അനീഷ് ഉണ്ട് അവിടെ. അതെ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അനീഷിനെ പറ്റി ചിന്തിക്കാതെയും പറയാതെയും അവിടെ ആരും പോകുന്നില്ല. ഈവൻ പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസിന്റെ ഒരു ടാക്ടിക്സ് ആയിട്ട് നമുക്ക് കാണാം, അനീഷിനെ ക്യാപ്റ്റൻ ആക്കി. ഒരുപാട് പേര് നോമിനേറ്റ് ചെയ്തു. നോമിനേഷൻ ഇത് വന്ന സമയത്ത് ഒത്തിരി പേര് അനീഷിനെ നോമിനേറ്റ് ചെയ്തു, അതായത് പാർട്ടിസിപ്പൻസ് തന്നെ. പക്ഷേ ആ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയ ആളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കി. അപ്പം ഡെഫിനറ്റ്ലി ആ നോമിനേറ്റ് ചെയ്തവർക്കുൾപ്പെടെ ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വീണ്ടും ഒരു പൊട്ടിത്തെറികൾ ഉണ്ടാവാനുള്ള ചാൻസും ബിഗ് ബോസ് കണ്ടു. പിന്നെ അനീഷിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പം ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അനീഷിനെ പറ്റി എന്താ തോന്നുന്നത്? ജിഷ്ണുവിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇന്നലത്തെ നമ്മുടെ അക്ബറിന്റെ പണിപ്പുരയിൽ അക്ബർ പോയ അല്ലെങ്കിൽ ഫുഡ് എടുത്തിട്ട് വരുന്ന സമയത്ത് 500 പോയിന്റിനാണ് എടുക്കാനുള്ളത്, 690. അപ്പോൾ നമ്മൾ എക്സസീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു വെക്കാൻ അനീഷിന് പറയാം, അത് ന്യായമാണ്. പക്ഷേ അനീഷ് ചെയ്തത് മൊത്തത്തിൽ തിരിച്ച് കൊണ്ടുവയ്ക്കുക, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അനീഷ്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഭയങ്കര എന്താ പറയുക, എനിക്ക് അത്ര നല്ല പെർഫോമൻസ് അല്ല എന്ന് തോന്നുന്നു. അതേ സമയത്ത് തന്നെ അനീഷ് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു 1 വീക്ക് ഇത്ര എൻ്റർടൈനിങ് ആവുമായിരുന്നോ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഡിസ്കസ് ചെയ്യായിരുന്നോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ഡൗട്ടുണ്ട്. ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന നിലയിൽ എനിക്ക് വീക്കായിട്ടാണ് തോന്നുന്നത്. കോണ്ടസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കോണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ പുള്ളി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ അതിന് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം അനീഷ് അനുമോളെ കാണുന്നത്, അനീഷാണ് ആദ്യം കയറുന്നത്, രണ്ടാമത് വരുന്നത് ഐ തിങ്ക് അനുമോളായിരുന്നു തോന്നുന്നു. അനുമോളിനെ ട്രീറ്റ്, അതായത് വെൽക്കം ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതായത് അവരെ കോൺഫിഡൻസിനെ ഇടിച്ച് താഴ്ത്തിയിട്ടാണ്, നിങ്ങളെ ക്യാമറയിൽ കാണുന്ന അത്ര ഭംഗിയില്ലല്ലോ, നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടാണ് വെൽക്കം ചെയ്യുന്നത്. അതുപോലെ സുധി ആരാണ്? സുധിനെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. 5 വർഷം എടുത്ത് ബിഗ് ബോസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ 2 പേരെ അറിയാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊവോക്കേഷണൽ ഗെയിം എന്ന് പറയുന്നത് അനീഷിൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷെ ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന നിലയിൽ അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഈ പറഞ്ഞ എക്സസീവ് പോയിന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴും ബിഗ് ബോസിനോട് ഒരു സജഷൻ കൊടുക്കുവാണ്, മൊത്തത്തിലെടുത്തു. അപ്പം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് പുള്ളി ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക്, ഇതിപ്പോൾ സാധാരണ ഒരു കോണ്ടസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല, പക്ഷെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിൽക്കുമ്പോൾ കൂടെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ട ആളാണ്. പക്ഷെ പുള്ളി അത് നേരെ തിരിച്ചാണ് ചെയ്തത്. അതുപോലെ തന്നെ വേറെയും സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. വേറെ രേണു സുധിയുടെ തലവേദനയുടെ ഒരു ഇഷ്യൂ, ആ സമയത്ത് രേണുവിന്റെ കൂടെ നിന്നു, അതൊരു നല്ല സ്റ്റാൻഡായിട്ട് തോന്നി. പക്ഷെ ഷാനവാസ് പിന്നെ രണ്ടാമത് വന്ന് ഷാനവാസ് സംസാരിച്ചിരുന്നു, എനിക്ക് തലവേദന ഉണ്ട്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസിനോട് പറയുന്ന സമയത്ത് ഷാനവാസിന്റെ കാര്യം കൂടെ മെൻഷൻ ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല. അപ്പൊ തൊട്ടേ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ ആ ഒരു റോള് സംശയകരമായിരുന്നു. എല്ലാവരും ഒരുപോലെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത് രേണു സുധി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ രേണു സുധി ഇപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച രേണു സുധി ഒരു വിധവാ കാർഡ് ഇറക്കി കളിക്കും എന്നുള്ളതാണ്. ഇന്നലെ വരെ അത് ആ ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. കാരണം ഫസ്റ്റ് രേണു സുധി എൻ്റർ ചെയ്യുന്ന സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടാണ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കും മൊത്തത്തിൽ സുധിച്ചേട്ടനെ അല്ലെങ്കിൽ യൂസ് ചെയ്തൊരു കളിക്കും, അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ഇമോഷൻ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. ഇന്നലെ വരെ അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് തോന്നുമ്പോൾ എനിക്ക് മെല്ലെ ആ ട്രാക്കിലേക്ക് പോവുകയാണോ രേണു സുധി എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. രേണു സുധീൻ്റെ ഒരു ഗെയിം പ്ലാൻ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആ പറഞ്ഞത് കറക്റ്റാണ് ജിഷ്ണു. ഇന്നലെ വരെ എനിക്കും ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു വിധവ കാർഡോ അല്ലെങ്കിൽ ആ ഒരു സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂ, അത് നമുക്ക് സംസാരിക്കാം ഡെഫിനറ്റ്ലി. ആ സമയത്ത് വിധവ എന്നുള്ളൊരു ഇത് പറഞ്ഞെങ്കിൽ കൂടി ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്നലെ അങ്ങനെ ഒരു കരച്ചിൽ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ ഫുഡ് കിട്ടുന്നില്ല, അമ്മയുടെ കാപ്പി ബിസ്ക്കറ്റ് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് കരച്ചിൽ. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ജെനുവിൻ ആയിട്ടുള്ളൊരു കരച്ചിലാന്ന് വിചാരിച്ചു. ഋതപ്പനെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത് വരെ അങ്ങനെയായിരുന്നു. പക്ഷെ എന്തോ ഋതപ്പൻ്റെ മിസ്സിങ്ങിനോടൊപ്പം കിച്ചുവിനെയും കൂടി ആഡ് ചെയ്തു. അത് കിച്ചുവിൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണോ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് അത് പോയത്. പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ക്യാമറയിലേക്ക് കണ്ടുപോയോ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ക്യാമറയിലേക്ക് കണ്ടുപോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ക്യാമറ കാണിക്കാനാണ് ആൾക്കാരെ ഇത് ഓക്കെ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട് എന്ന് മനസ്സിലാക്കിക്കാനാണ്, ഞാൻ കിച്ചുവിനെ കൂടി സ്നേഹിക്കുന്നു, അമ്മയെ പോലെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് കാണിക്കാനാണോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു കരച്ചില്. ക്യാമറ ഉള്ളത് കറക്റ്റ് നോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു തമാശ അതിനിടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, തത്തമ്മയുടെ കണ്ണിന്റെ കാര്യം ഒക്കെ പറഞ്ഞ് ആൾക്കാരുടെ ശ്രദ്ധ. ഇതുവരെ പുള്ളിക്കാരിക്ക് അങ്ങനെ വലിയ കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഫിസിക്കൽ ടാസ്കിന്റെ കാര്യമായാലും പുള്ളിക്കാരി എന്ത് തോന്നുന്നു, ഫിസിക്കൽ ടാസ്കിൽ അത്ര ഇൻവോൾവ് ആണോ നല്ല രീതിയിൽ? എനിക്ക് ഇപ്പൊ പറയുന്നത് ഡാൻസിന്റെ കേസാണ്. ഇപ്പൊ ഡാൻസ് അല്ലെങ്കിൽ കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറെ കൂടി ഇൻവോൾവ് ആണെന്ന് തോന്നുന്നു. ഫിസിക്കൽ ഗെയിമിൽ അത് ഇത്തിരി വീക്കാണ്. എനിക്ക് അങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത്. അറിയില്ല രേണു സുധീൻ്റെ ഒരു ട്രാക്ക് എന്താണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ഒന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മനസ്സിലാവുന്നില്ല. അതുപോലെ ഫിസിക്കലിയും ആൾ കുറച്ച് വീക്കാണ്. ഈവൻ ടാസ്കിന്റെ സമയത്താണെങ്കിലും ഫിസിക്കലി ഇൻവോൾവ് ആവേണ്ടി വരുമ്പോൾ എനിക്ക് വയ്യ എന്നുള്ള, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു രീതിയിലാണ് കോൺഫിഡൻസ് കുറവ് അല്ലേ? അതെ, ആ ഒരു കോൺഫിഡൻസ് കുറവ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ആളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അക്ബറാണ്. ഏറ്റവും ടോക്കറ്റീവ് ആയിട്ടുള്ള ഏറ്റവും അഗ്രസീവ് ആയിട്ട് ഈ ഒരാഴ്ച കളിച്ച ആളാണ്. നമ്മുടെ വീക്ക്ലി ടാസ്കിൽ വിന്നറാണ്. അക്ബറിന്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ, അക്ബറിനെ നമ്മൾ പറയുമ്പോൾ ഈ ആഴ്ച നമ്മൾ അക്ബറിന്റെ ആ സെപ്റ്റിക് ടാഗ് പ്രയോഗത്തെ പറയാതെ പോകാൻ പറ്റില്ല. അത്രയും മോശമാണ്. ഒരു ഓമനപ്പേരിടുന്ന ഒരു ടാസ്ക് വരുന്ന സമയത്ത് കൂടെയുള്ള ഹൗസിനകത്തുള്ള ഒരു കോണ്ടസ്റ്റിനെ സെപ്റ്റിക് ടാഗ്, രേണു സുധീനെ സെപ്റ്റിക് ടാഗ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് അത്രയും മോശമായിട്ടുള്ള കാര്യമാണ്. അക്ബറിന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഭയങ്കര അഗ്രസീവ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു മോഡ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മോഡസ് ഓപ്പറാൻഡി എന്നൊക്കെ പറയുന്ന പോലെ, അതിനെക്കുറിച്ച് ജോലിന് എന്താ തോന്നുന്നത്? ജിഷ്ണു പറഞ്ഞത് ഒരു പോയിന്റോടെ ഞാൻ യോജിക്കുന്നു. ആൾ ഭയങ്കര അഗ്രസീവായിട്ട് വളരെ സ്മാർട്ടായിട്ട് കളിക്കുന്ന ആളാണ്. വളരെയധികം സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട് അക്ബർ. പക്ഷെ ആ സ്ട്രാറ്റജീസ് ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാനില്ല. എനിക്ക് ഫീൽ ചെയ്തത് കൂടുതലും നെഗറ്റീവ് ഇതിലേക്കാണ് പോകുന്നത്. അക്ബറിന് അവിടെയുള്ള ആൾക്കാരെയെല്ലാം അവരെല്ലാം വീക്ക് പോയിന്റുകൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കൃത്യമായി അതറിഞ്ഞ് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ അതിന് ആള് സ്വന്തം നേരെ പോ എന്നുള്ള പ്രയോഗത്തിനേക്കാളും വളഞ്ഞ വഴികൾ, അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ പിരികേറ്റി, അതെ, ഒരു നാരദൻ ഇമേജ് വരുന്നുണ്ട്, പിരികേറ്റി അവരിലേക്ക് എത്തിച്ച് എതിരെ നിൽക്കുന്ന പുള്ളിക്ക് ഫൈറ്റ് ചെയ്യേണ്ട കോണ്ടസ്റ്റൻസിനെ പുള്ളി മറ്റുള്ളവർ ത്രൂ ആണ് നേരിടുന്നതെന്നൊരു ഫീല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കാണുന്നുണ്ട്
പലപ്പോഴും അക്ബർ തന്നെ അത് പറയുന്നുണ്ട്, കോംബോകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഗ്രൂപ്പായിട്ട് ഇടയ്ക്ക് കോംബോകൾ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഗ്രൂപ്പായിട്ട് കളിക്കേണ്ടടുത്ത് ഞാൻ ഗ്രൂപ്പായിട്ട് കളിക്കും, പക്ഷെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ നോക്കുകയുള്ളൂ. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു, ആര്യനെയും അക്ബറിനെയും ഒന്നിച്ചെടുത്തി കൺഫ്യൂഷൻ റൂമിലേക്ക്. ടാസ്കിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ സാധാരണ കൺഫ്യൂഷൻ റൂമിൽ പോകുന്നത് ഒരു പ്രൈവറ്റ് ടോക്കിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്തവണ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് ഇട്ട് അതിനകത്ത് എല്ലാ കണ്ടസ്റ്റൻസിനും കൺഫ്യൂഷൻ റൂമിൽ എന്ത് നടക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കും, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു. അതും എഗൻ ബിഗ് ബോസിന്റെ 7ന്റെ പണിയുടെ ഭാഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് അക്ബറും ആര്യനും കൂടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും രണ്ടുപേരും, ആര്യനും അത് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും അവരവർക്ക് വേണ്ടി കളിക്കുന്ന ആളാണ്. ഗ്രൂപ്പായിട്ട് നിന്നാലും ഗ്രൂപ്പായിട്ട് ഇതുപോലെ പ്ലാൻസ് ഉണ്ടാക്കിയാലും അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ പ്ലാൻസ് വേറെ ഉണ്ട്. അതിൽ വളരെ ക്രുക്കഡ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നത് അക്ബറാണ്. അത് രണ്ടുപേരും പരസ്പരം അവൻ എന്നെ പറ്റിക്കും എന്നുള്ളൊരു തോന്നൽ രണ്ടുപേർക്കും ഉണ്ടാവാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. യെസ്, ആര്യനെ കുറിച്ച് പറയുമ്പോൾ ആര്യൻ്റെ ഒരു ഗെയിം എനിക്ക് തോന്നി ആര്യൻ കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആര്യൻ കുറച്ചുകൂടെ ഗെയിമിനെ റീഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ആര്യൻ്റെ ഒരു ഗെയിം പ്ലാൻ എങ്ങനെയാണ്? ആര്യൻ ജിഷ്ണു പറയുന്ന പോലെ ആര്യൻ കുറച്ച് ആക്റ്റീവാണ്. ഫിസിക്കലി നല്ല രീതിയിൽ പുള്ളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. വളരെ ഫിറ്റ് ആയിട്ടുള്ള, അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ആളാണ്. പിന്നെ പുള്ളി ഓണസ്റ്റ് ആണ്. പറയുന്നതിൽ എല്ലാത്തിലും പുള്ളി പറയുന്നത്, ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഗ്രൂപ്പായിട്ട് വന്ന് പ്ലാൻ ചെയ്യുമെങ്കിലും ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ നോക്കണ്ട, ഇൻഡിവിജ്വൽ സ്ട്രാറ്റജി വേറെ ഉണ്ട്. അതെ, വേറെയുണ്ട്. പുള്ളിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ഗെയിമിന് പുറത്തായിട്ട്, ഐ മീൻ ഗെയിമിൻ്റെ ഇടയ്ക്ക് ആ ഒരു സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ടായിരിക്കാം ഗെയിമിന് പുറത്തായിട്ട് പുള്ളി ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അനുവിനോടായാലും അത് തന്നെയാണ് പറയുന്നത്, എൻ്റെ മനസ്സിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്ഥാനം നിനക്ക് പോവും. അനുവിനോടൊരു ഫ്രണ്ട്ഷിപ്പ് പുള്ളി മനസ്സിലുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അതുപോലെ നെവിനോടൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഗെയിം വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ, അതും പറയുന്നുണ്ട്. അപ്പാനിയോടും അക്ബറിനോടും അറിയാണ്ട് അവിടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അക്ബർ, അപ്പാനി, ആര്യൻ അവരൊരു കോംബോ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആര്യൻ ആ ഒരു കോംബോയ്ക്കകത്ത് ഫിസിക്കലി ഇൻക്ലൂഡഡ് ആണെങ്കിലും ഗെയിം വൈസ് പുള്ളി ഒറ്റയ്ക്ക് തന്നെയാണ്. ആര്യൻ നന്നായിട്ട് കളിച്ചു വരുന്ന ഒരു കോണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു. അപ്പാനി ശരത്ത് പറയൂ. അപ്പാനി ശരത്ത് ഏറ്റവും കൂടുതൽ ഷോ കാണിക്കുന്ന ഒരു കോണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൂർണ്ണമായി യോജിക്കുന്നു. പുള്ളിയെ അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി എന്നുള്ള ക്യാരക്ടർ തന്നെയാണ് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. പിന്നെ വളരെയധികം ഈഗോ ഹേർട്ട് ആയിട്ടാണ് അപ്പാനി ഉള്ളത്. പുള്ളിയാണല്ലോ ഇവിടുത്തെ സെലിബ്രിറ്റി എന്ന് പറയുന്നത്. സെലിബ്രിറ്റി, സിനിമയിൽ ഇത്രയും അഭിനയിച്ച എന്നുള്ള നിലയ്ക്ക് സെലിബ്രിറ്റി ആയിട്ട് പുള്ളിനെ സ്വയം അവരോധിച്ചിരിക്കുന്നത്. പക്ഷേ അനീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കിട്ടുന്നു. ഒരു കോമൺ, അതാണ് അവിടെ ഹൈലൈറ്റ്, അവിടെ അതാണ് കോമണറായ അനീഷിന് സെലിബ്രിറ്റി ആയ നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി, കൺഫ്യൂഷൻ, ആ ഒരു സംശയം കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂടുന്നു. 100 തവണ പറയുന്നുണ്ട്, നീ ആര് എന്നുള്ള ആ ഒരു ലൈനിലേക്കാണ് പുള്ളി പോകുന്നത്. ഇത്ര 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ നിനക്ക് വിലയില്ല, റെസ്പെക്ട് തരണോടാ എന്നുള്ള രീതിയിലാണ് പുള്ളി ഡിമാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ അപ്പാനിയേക്കാൾ സ്ക്രീൻ സ്പേസും ആളുകൾ സംസാരിക്കുകയും ചെയ്യുന്നത് അനീഷിനെ കുറിച്ചാണ്. അത് ബിഗ് ബോസിന്റെ ഒരു, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ ടാക്ടിക്സ് ആണ്. ഡെഫിനറ്റ്ലി അത് തന്നെയാണ്. പിന്നെ അനീഷിന്റെ സ്കില്ലും ഉണ്ടാക്കൂടെ, അനീഷിന്റെ പ്ലാനും ഉണ്ട്. അപ്പാനി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോ മാത്രമേ ഉള്ളൂ, പുള്ളിക്ക് ഉള്ളില് സ്ട്രാറ്റജീസ് അങ്ങനെ പ്രോപ്പർ ആയിട്ടല്ല വരുന്നത്. പലപ്പോഴും അക്ബറിന്റെ ഹെൽപ്പ് തേടുവാണ്. ഇപ്പൊ ജിസേലിനെ തോപ്പിക്കാനാണെങ്കിലും ബിൻസി ഔട്ടാണ്. ഇടയ്ക്ക് ബിൻസി ഒരു പോയിന്റില് ഷാനവാസിനോട് വോയിസ് റേസ് ചെയ്ത് സംസാരിച്ചപ്പോൾ അത് പുള്ളിക്ക് ഒരു പേടി, നാളെ എന്നോടും സംസാരിച്ചാലോ, അതിനിടയ്ക്ക് ഡയലോഗ് വരുന്നുണ്ട്, നാളെ നമ്മളോട് അവൾ എന്ത് പറയും. അപ്പൊ ബിൻസിയും പുള്ളിക്ക് ഫൈറ്റ് ചെയ്യണം. അപ്പൊ അതിനും ഈ ഗ്രൂപ്പിന്റെ ഹെൽപ്പാണ് അപ്പാനി തേടുന്നത്. സ്വന്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയില്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എങ്ങനെ എന്തൊക്കെയായിരിക്കും ഗെയിം പ്ലാൻ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഡൗട്ട് ഉള്ളത്. ജിസേല് ഇപ്പം ഈ കൂട്ടത്തിൽ കുറച്ച് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ലാംഗ്വേജ് കൊണ്ടൊക്കെ ഒരു ബാരിയേഴ്സ് ഒക്കെ ഉള്ള കോണ്ടസ്റ്റന്റ് ആണ് ജിസേല്. എനിക്ക് ജിസേലിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്, ജിസേല് വെൽ പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള കോണ്ടസ്റ്റന്റ് ആണ്. ജിസേലിന്റെ പെർഫോമൻസിനെ എങ്ങനെയാ ഈ ആദ്യത്തെ ഒരു 1 വീക്ക് എങ്ങനെയാ കാണുന്നത്? അത് പറഞ്ഞത് ശരിയാണ്. പ്രിപ്പറേഷൻ, അത് ജിസേൽ ഇൻട്രൊഡക്ഷനിൽ പറയുകയും ചെയ്തിരുന്നു, ഞാൻ ഫിസിക്കലി മെന്റലിയും പ്രിപ്പയർഡ് ആണ് എന്ന് പറഞ്ഞു. അത് ഓൾറെഡി കോണ്ടസ്റ്റന്റ് ആയിരുന്നു തോന്നുന്നു ജിസേൽ. അതെ, ബിഗ് ബോസ് സീസൺ 9 ഹിന്ദിയിൽ അതിൽ കോണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്, അതൊരു അപ്പർ ഹാൻഡ് തന്നെയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതുവരെ എക്സ്പോസ്ഡ് ആവാൻ ജിസേൽ തയ്യാറായിട്ടല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജിസേലിൻ്റെ ആ ഒരു വൾണറബിലിറ്റീസ് ഒന്നും ജിസേൽ
അധികം വള്ളി പിടിച്ചിട്ടില്ല. വള്ളികൾ വരുമ്പോഴും അതിനെ അത് വിട്ടേക്കാം, സംസാരിക്കാൻ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസിന് കൂടുതൽ സാധ്യതകളുള്ള സ്ഥലത്തൊന്നും വേണ്ട, അങ്ങനത്തെ കോൺട്രവേഴ്സീസിലേക്ക് പോകണ്ടെന്നുള്ള രീതിയിൽ മെച്ചുവർ ആയിട്ട് പിന്മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും എനർജി അവിടെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടായിരിക്കണം ഇനി ഉണ്ടല്ലോ കുറെ ദിവസങ്ങൾ എന്ന്. പക്ഷെ ഫിസിക്കൽ ടാസ്കിൽ പുള്ളിക്കാരിക്ക് ഒരു മിടുക്കുണ്ട്. അതിൽ നമ്മൾ കാണുന്നുണ്ട് മറ്റേ ഭാഗ്യത്തിന്റെ പണിപ്പെട്ടിയിൽ പുള്ളിക്കാരി അത്രയും ആൾക്കാരുടെ കൂടെ നിന്നിട്ട് പുള്ളിക്കാരി കളക്ട് ചെയ്യുന്നുണ്ട് കോയിൻസ് ഒക്കെ. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഫിസിക്കലി പുള്ളിക്കാരി നല്ല രീതിയിൽ ഇൻവോൾവ് ആണ്. പിന്നെ ആകപ്പാടെ തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാൽ കൂടി കുറച്ചും കൂടി റിയാക്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് പുള്ളിക്കാരി ബാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഷാനവാസിന്റെ ആ ഒരു ഡ്രസ് പരാമർശം, അതിൽ പുള്ളിക്കാരി അവിടെ അധികം സംസാരിക്കുന്നില്ല. പിന്നെ ആലോചിക്കുമ്പോൾ അതിന്റെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഷാനവാസിന് ആ ഒരു രീതിയിൽ ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അത് ബ്ലോക്ക് ചെയ്തായിരിക്കും. അത് ചിലപ്പോൾ ബുദ്ധിപരമായ നീക്കമായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഷാനവാസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പറയാണ്, ഞാൻ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് കോണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബിഗ് ബോസ് ഹൗസിൽ അമ്മാവൻ മുൻഷി രഞ്ജിത്ത് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മാവൻ പട്ടം നമ്മുടെ ഷാനവാസ് മെല്ലെ കൈപ്പറ്റിയിരിക്കുകയാണ്. അതായത് ജിസേലിനെ, ഇത് നമ്മളെ സംസ്കാരത്തിന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ആളുകൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു. ഈ 2025 സീസൺ 7 എത്തി നിൽക്കുമ്പോഴും ഒരു കോണ്ടസ്റ്റന്റിന്, അതും വലിയ പ്രായമൊന്നുമില്ലാത്തൊരു കോണ്ടസ്റ്റന്റ്, അയാൾക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുകയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എനിക്കത് തോന്നുന്നത് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് ഒരു ബുദ്ധിപരമായ നീക്കമായിട്ടാണ്. കാരണം ഷാനവാസിന്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ സീരിയൽ കാണുന്ന ആൾക്കാരാണ്. പുള്ളി സീരിയൽ ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ സീരിയൽ കാണുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഷാനവാസിന്റെ അഭിപ്രായമായിരിക്കും, ആ ഒരു രീതിയായിരിക്കും, ആ ഒരു ഉപദേശം ഇഷ്ടപ്പെട്ട് കാണും. അപ്പൊ കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മോസ് ആളുകളുടെ നമ്മൾ ഞെട്ടി, അതേപോലെ അത് ചിലപ്പം പ്രാക്ടിക്കലായിരിക്കും, ഒരു എന്താ പറയാ ടോക്സിക് മാസ്കുലിനിറ്റി എക്സിബിറ്റ് ചെയ്യാനാണ് പുള്ളി ശ്രമിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ജിസയിൽ അത് ബ്ലോക്ക് ചെയ്തതാവാം, അത് അത്ര അങ്ങ് കയറി പറയണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതാവാം. ഈ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഷാനവാസ് അതും എനിക്കൊരു ജെനുവിൻ അഡ്വൈസ് ആയിട്ട് പുള്ളിക്കാരോട് പോയി പറഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്തേയില്ല. അപ്പൊ ഈ ഒരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോയി എന്തൊക്കെയോ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു ഫീലിലാണ് എനിക്കത് വന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം സപ്പോർട്ട് അതിന് കിട്ടാൻ സാധ്യതയുണ്ടല്ലേ? സാധ്യതയുണ്ട്, പുള്ളി ഇനിയും അതെടുത്ത് പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ പോലെ അഗ്രസീവ് പ്ലെയർ ആണ്, ബാക്കി എല്ലാ ടാസ്കിലും പുള്ളി ഇൻവോൾവ് ആണ്, സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട്. അനീഷിനുമായിട്ട്, അപ്പോൾ അനീഷിനെ വെറുക്കുന്ന ആൾക്കാർക്ക് ഷാനവാസിനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഫിസിക്കൽ സ്പേസിലേക്ക് ഒരുപാട് കയറി ഇടപെടുന്നത് തോന്നുന്നുണ്ട്. അനീഷിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുക, അയാളുടെ എന്താ പറയുക ഇവിടെ നടുവിൻ്റെ അവിടെ കൈവയ്ക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് ഒരു ബിഗ് ബോസ് കോntestant-നെ സംബന്ധിച്ച് അത്ര ചേർന്ന രീതിയല്ല. ഷാനവാസ് ആണല്ലോ ഇനിയിപ്പോൾ അടുത്ത ക്യാപ്റ്റൻ. അപ്പോൾ എങ്ങനെ അനീഷിനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് അപ്പം കാണാം. അതൊരു 1.5 മത്സരമായിരിക്കും.